السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേ രീതിയിൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് സജ്ജനങ്ങൾക്കായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തേക്ക് ഇടം നൽകപ്പെടുവാനും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം മോഹിക്കുന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഹുസ്നുൽ ഖാത്തിമ എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. അതായത് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ സമയം ഏറ്റവും നല്ല രീതിയിലായിത്തീരുക എന്നതാണ് ഹുസ്നുൽ ഖാത്തിമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറെ മോഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും അതാണ്. ഇപ്പോൾ നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ എല്ലാവരുടെയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന പരലോകത്തേക്ക് നമ്മുടെ ജീവിതം കണക്ട് ചെയ്യപ്പെടുന്ന ആ നിമിഷം, ദുനിയാവിൽ നിന്ന് ബന്ധം മുറിയുകയും ആഖിറത്തോടുള്ള നമ്മുടെ ബന്ധം ചേർക്കപ്പെടുകയും ചെയ്യുന്ന ആ നിമിഷം, അതെങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ബേജാറും ഏറ്റവും വലിയ വിഷമവുമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കി തീർക്കേണ്ടത്. മഹാന്മാരായ പ്രവാചകന്മാര് വരെ ആ നിമിഷം നന്നാക്കി തരണേ എന്ന് മനമുരുകിക്കൊണ്ട് തേടിയവരാണ്. സ്വർഗമുണ്ടെന്ന സുവിശേഷം ഈ ലോകത്ത് വെച്ച് അറിയിക്കപ്പെട്ട മഹാന്മാരാണ് പ്രവാചകന്മാർ. സത്യസന്ധരാണ്, മുത്തഖീങ്ങളുടെ നേതാക്കളാണെന്ന് അറിയപ്പെട്ടവരാണ് പ്രവാചകന്മാർ.
ലോകത്തിന് മുഴുവൻ തഖ്വ എന്താണെന്നും വെളിച്ചം എന്താണെന്നും പഠിപ്പിക്കാൻ നിയുക്തരായ മഹാനുഭാവന്മാരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരാണ് അല്ലാഹുവിനോട് മനമുരുകി തേടുന്നതും മക്കളോട് കൽപ്പിക്കുന്നതും സമൂഹത്തോട് വസിയത്ത് കൊടുക്കുന്നതും അന്ത്യം നന്നാക്കാൻ നോക്കണേ, അന്ത്യനിമിഷം മോശമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ, അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണേ എന്ന മഹാന്മാരായ പ്രവാചകന്മാര് ഈ ലോകത്തോട് മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ വളരെ കൃത്യമായി അല്ലാഹു റബ്ബുൽ ആലമീൻ അവർ ആ നിമിഷത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിച്ചതായി, അവരുടെ കുടുംബത്തെ ബോധവൽക്കരിച്ചതായി 132-ാമത്തെ ആയത്തിൽ നമുക്ക് കേൾക്കാം. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചു വരുത്തുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമും തന്റെ മക്കളെ വിളിച്ചു വരുത്തുന്നു. ഈ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരെയും അല്ലാഹു പരാമർശിക്കുന്നിടത്ത് അതേ കൃത്യമായി പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് അല്ലാഹ് അവസരം തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്. അല്ലാഹ് നിങ്ങൾക്കതാ തൃപ്തിപ്പെട്ട് അവൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്ന മതം ഇസ്ലാമാണ്. ആ മുസ്ലിമീങ്ങളായിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഏതൊരു കർമ്മവും ഏതൊരു കാര്യവും പരിഗണിക്കപ്പെടുന്നത് അവസാനം എന്തായി എന്ന് നോക്കിയിട്ടാണ്. ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാര് തെമ്മാടികളായി ജീവിച്ച് അവസാന കാലം അവര് നന്നായി നല്ലവരായി മരിച്ചുപോയിട്ടുണ്ട്. വിപരീത ഫലങ്ങളും ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ നല്ലവരായി ജീവിച്ചവർ അവസാനം അതാ വളരെ മോശമായ നിലക്ക് മരിച്ചു പോയിട്ടുണ്ട്. ഈ നിലക്കതാ അതുകൊണ്ട് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത് മരണനേരം നമ്മുടെ സ്ഥിതി എന്താണ്, മരണനേരത്ത് നമ്മുടെ അഖീദ എന്താണ്, മരണത്തിന്റെ സമയത്ത് നമ്മുടെ വിശ്വാസം എങ്ങനെയായിരുന്നു, പടച്ചവനെ കുറിച്ചുള്ള നമ്മുടെ ബോധം എങ്ങനെയായിരുന്നു, ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ദൃഢമായ വിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു, നമ്മുടെ ഈമാൻ എത്രത്തോളം തിളക്കമുള്ളതായിരുന്നു, ആ നേരത്തതാണ് റബ്ബ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മക്കളോട് പറയുന്നത്, അല്ലാഹ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന മതം ഇസ്ലാമാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആകയാൽ മക്കളെ, നിങ്ങൾ മരിച്ചു പോകരുത്, നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂന, നിങ്ങൾ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. കണ്ടോ, മഹാനായ പ്രവാചകന്മാർ, മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരും അവര് ചിന്തിക്കുന്നത്, അതേ പ്രവാചകന്മാരായ ഞങ്ങളുടെ മക്കളല്ലേ, ഈ മക്കൾക്കൊന്നും ഒരു വഴിവിടവ് വരില്ലെന്ന ആ ഒരു അതിരുകവിഞ്ഞ വിശ്വാസമൊന്നും പ്രവാചകന്മാർക്കില്ല. മക്കളോടും പറയുന്നു, അതേ ഏത് മനുഷ്യനും അവസാന നേരം നന്നായി പോയിട്ടില്ലെങ്കിൽ ആ നേരത്താണ് ശൈത്താൻ വല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വരുന്നത്. എടോ, പിഴച്ചുപോയ നിലയിൽ നീ മരിച്ചുപോയിക്കോ എന്ന നിലക്ക് അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ, അവന്റെ ഇസ്ലാമിക ബോധത്തെ കുറിച്ചുള്ള ആ വീര്യം ചോർത്താനും നശിപ്പിക്കാനും ശൈത്താൻ വല്ലാതെ പാടുപെട്ട് അധ്വാനിക്കുന്ന നേരമാണ്. അതുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാര് വരെ മക്കളോട് പറയുന്നു, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. ഈ ആഹ്വാനം എല്ലാവരും ചെവിക്കൊള്ളേണ്ടതാണ്. ലോകത്തുള്ള എല്ലാ മക്കളും, എല്ലാ മനുഷ്യരും ചെവിക്കൊള്ളേണ്ടുന്ന ആഹ്വാനമാണിത്. മരണത്തിന് പ്രായഭേദമില്ല, പ്രായഭേദമില്ല. ശിശുക്കൾ മരിക്കുന്നു, ബാലന്മാര് മരിക്കുന്നു, യുവാക്കൾ മരണപ്പെടുന്നു, അതുപോലെ തന്നെ മധ്യവയസ്കര് മരണപ്പെടുന്നു, വൃദ്ധന്മാര് മരിക്കുന്നു. ഒരുപാട് ഒരുപാട് മരണങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ്.
ഏതവസരത്തിൽ മരിക്കുന്നു എന്നതല്ല, എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രധാനം. എവിടെ വെച്ച് മരിക്കുന്നു എന്നതുമല്ല പ്രധാനം, എങ്ങനെ മരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നു, ആമുഖങ്ങളിൽ നമ്മൾ കേൾക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ ഇടവരരുതേ. വളരെ ഗൗരവത്തോടെ നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കേണ്ടുന്ന കാര്യമാണത്. മഹാനായ ഇബ്രാഹിം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മഹാനായ പ്രവാചകന് റബ്ബിനോട് അവസാനമായി ചോദിക്കാനുണ്ടായിരുന്നത് മഹാനവറുകളുടെ പേരിൽ തന്നെയുള്ള സൂറത്ത് യൂസുഫ് എന്ന പേരിലുള്ള അധ്യായത്തിന്റെ 110-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, 101-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, നല്ലവരോടുകൂടെ നീ എന്നെ ചേർത്ത് തരണേ അല്ലാഹ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആനിലതാ സാലിഹീങ്ങൾ, പടച്ചവനോട് ഏറെ അടുപ്പം സിദ്ധിച്ച വലിയ മഹാന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ആ മഹാന്മാര് തേടിയ തേട്ടം, അതേ എന്താ അവര് തേടുന്നത്? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണം, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാഹ്, ഞങ്ങളുടെ തിന്മകൾ ആലോകരറിയാതെ രണ്ട് ലോകത്തും നീ അത് മൂടിവെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. വതവഫനാ, നീ ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ മരണം, നല്ലവരായ ആളുകൾ ഈ ലോകത്ത് നിന്നവരുടെ അവസാന ശ്വാസം വലിച്ചു തീർക്കും പോലെ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാ നിസ്കാരത്തിലും അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്. എന്താണ് ആ പറയുന്നത്? ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ തശഹ്ഹുദിൽ എന്നും ഇത് പറയുന്നുണ്ട്, അത്തഹിയാത്തുകളിൽ ചൊല്ലുന്നുണ്ട്, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി, ജീവിതത്തിന്റെ പരീക്ഷണം, മരണനേരത്തെ പരീക്ഷണം. എന്താണ് ഫിത്നത്തുൽ മമാത്ത്? ഈ ലോകത്ത് നിന്ന് നമ്മളതാ അവസാന ശ്വാസം വലിക്കുന്ന നേരം, ഈ ലോകത്തോട് വിട പറയുന്ന നേരം, ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറ്റാർക്കും നമുക്ക് കാണാനാകാതെ അതേ ശൈത്താന് നമ്മൾ കാണുകയാണ്. അവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളോട് മനസ്സിൽ വലിയ ദുർബോധനം തരികയാണ്. കാഫിറായി നമ്മെ മരിപ്പിക്കാൻ വേണ്ടത് ഓതിത്തരുന്ന നേരമാണ്. അതേ കാഫിറായിക്കോ, ഇസ്ലാമൊന്നും ശരിയല്ലടോ, നിന്റെ തൗഹീദൊന്നും ശരിയല്ല, നീ ഇങ്ങനെ പറഞ്ഞോ ഇങ്ങനെ ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ നേരം ഫിത്നയിൽ അകപ്പെടുത്താൻ വേണ്ടി ദുർബോധനങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ പാടുപെട്ട് അധ്വാനിക്കുന്ന നേരമാണ് നമ്മുടെ മരണത്തിന്റെ നേരം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? ഖുർആനിൽ തന്നെയും അതുണ്ടല്ലോ, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ. ശൈത്താൻമാർ എന്റെ അടുക്കൽ ഹാജരാകുന്നതില്ലെന്ന റബ്ബേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ശൈത്താൻ നമ്മുടെ അടുക്കൽ ഹാജരാകുന്ന ഏറ്റവും വലിയ നേരം നമ്മുടെ മരണത്തിന്റെ നേരം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സമ്മതിക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാലും അത് പറയാൻ മനസ്സിന് സമ്മതിക്കാതെ, അതിലൊന്നും അത്ര കാര്യമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട്, ദുന്യാവിന്റെ മോശത്തരങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. പടച്ചവനെ മറന്നുകൊണ്ട് കച്ചവടം ചെയ്തവൻ മരണനേരത്തും അവന്റെ മനസ്സിൽ കച്ചവടത്തെ കുറിച്ച് ആദിയാണ്. പടച്ചവനെ മറന്നുകൊണ്ട് മദ്യപിച്ച് ജീവിച്ചവൻ മരണനേരത്തും കള്ളിന്റെ ആസ്വാദനമാണ് അവന്റെ മനസ്സിലുള്ളത്. പടച്ചവനെ മറന്നുകൊണ്ട് കണ്ണുകൊണ്ട് വ്യഭിചരിച്ചവനും, കാതുകൾ കൊണ്ട് വ്യഭിചരിച്ചവനും, നാവ് കൊണ്ട് വ്യഭിചരിച്ചവനും, ലൈംഗികാവയവം കൊണ്ട് വ്യഭിചരിച്ചവനും, അതേ പടച്ചവന് തിരക്കാത്ത നിലക്ക് ജീവിത
ജീവിതത്തിൽ അശ്ലീലതകളിലൂടെ മാത്രം ജീവിതത്തെ കൊണ്ടുപോയവനും മരണനേരത്ത് അതേ സുന്ദരികളായ പെണ്ണുങ്ങളാണ്, ആ നഗ്നതയാണ് അവന്റെ കണ്ണിൽ വരുന്നത്. അങ്ങനെ മോശപ്പെട്ട നിലക്ക്, വൃത്തികെട്ടവനായ നിലക്ക് ഈ ലോകത്തോട് വിട പറയിക്കാൻ ശൈത്താൻ അവന്റെ മനസ്സിൽ ഏറെ ശ്രമിക്കുന്ന നേരമാണ് മരണത്തിന്റെ നേരം. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നമ്മെ കൊണ്ട് തേടിപ്പിക്കുന്നത്. അത് പറയാതെ നിസ്കാരത്തിന് നമ്മൾ സലാം വീട്ടാറില്ല. പടച്ചവനെ, മരണനേരത്തിലുള്ള ശൈത്താന്റെ പരീക്ഷണം, ആ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക. പടച്ച റബ്ബേ, ഹൃദയങ്ങൾ ഇങ്ങനെ സെക്കൻഡ് കണക്കിന് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്തയല്ല 1 മണിക്കൂർ കഴിഞ്ഞാൽ പള്ളിയിലിരുന്ന് ഖുതുബ കേൾക്കുമ്പോഴത്തെ ചിന്തയല്ല നിസ്കാരത്തിലുള്ള ചിന്തയല്ല നിസ്കാരം കഴിഞ്ഞാൽ. വീട്ടിലെത്തിയാൽ മറ്റൊരു മനുഷ്യനാണ്, അതേ 4 മണിയായാൽ വേറൊരു മനുഷ്യനാണ്, രാത്രിയായാൽ നമ്മൾ വേറൊരു ചിന്താഗതിക്കാരനാണ്. ഇങ്ങനെ മനസ്സിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എപ്പോഴും നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തും പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. എന്താ അതിന്റെയൊക്കെ അർത്ഥം? ആ മരണനേരം നന്നാകല് വല്ലാത്തൊരു കാര്യമാണ്. അതാർക്കും അറിയൂല. എങ്ങനെ ഓരോരുത്തരും മരിച്ചത് എന്ന് ഒരാൾക്കും മനസ്സിലാവൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ, പടച്ച റബ്ബിന് മാത്രമേ അറിയൂ ഒരാൾ എങ്ങനെയാ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് ആ നേരം നന്നാക്കാൻ റബ്ബിനോട് പറയാണ്. റബ്ബിനോട് ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട്, ഏറ്റവും വലിയ ഫിത്നയുമായി ശൈത്താൻ വരുമ്പോ യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങള് ശൈത്താനുമായി പോരടിച്ചുകൊണ്ട്, ശൈത്താനുമായി മല്ലടിച്ചുകൊണ്ട്, അവരുടെ ഈമാനിന്റെ ദൃഢത കൊണ്ട് അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ അടിയുറച്ച് അവരുടെ ഹൃദയം അങ്ങ് നിലനിൽക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, യുസബ്ബിത്തുല്ലാഹ്, അല്ലാഹ് നല്ലോണം ഉറപ്പിച്ചു നിർത്തും, അല്ലാഹ് നല്ല സ്ഥൈര്യം കൊടുക്കും. ആരെ? അല്ലദീന ആമനു, വിശ്വാസികൾക്ക് അല്ലാഹ് നല്ല സ്ഥൈര്യം കൊടുക്കും. ബിൽ ഖൗലി സാബിതി, നല്ല ഉറച്ച വാക്കുകൊണ്ട്. ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. മരണത്തിന്റെ ആ നേരത്തും അവന് ഒരു ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല. അവന് വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വിശ്വാസം അവന്റെ ഖൽബിൽ നിന്നും മാഞ്ഞു പോകാതെ തന്നെ മരിച്ചു പോകാൻ സാധിക്കും. അതവന് പറയാനും ഒരുപക്ഷേ സാധിച്ചേക്കും, പറയാൻ സാധിച്ചില്ലെങ്കിലും അവന്റെ ഹൃദയത്തിലെങ്കിലും അതുണ്ടാകും. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി തീർന്നാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അത്തരം വലിയ മഹാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നല്ല അന്ത്യം നടക്കണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. നന്നായി മരിക്കണോ? മുസ്ലിമായി മരിക്കണമെന്ന് മോഹമുണ്ടോ? നല്ല അന്ത്യം വേണോ? ചില പ്രത്യേക നിർദ്ദേശങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശം, രഹസ്യ പരസ്യ ജീവിതം ഒരുപോലെ ശുദ്ധീകരിച്ചോ എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ പരസ്യ ജീവിതം വളരെ ഉഷാറാണ്, പരസ്യ ജീവിതം വലിയ ഉഷാറാണ്, പകൽ മാന്യന്മാരാണ്. പക്ഷേ ഒറ്റക്കുള്ള ജീവിതം എത്തിയാൽ എല്ലാ തെമ്മാടിത്തങ്ങളുടെയും നേതാവാണവൻ, എല്ലാ വൃത്തികേടുകളുടെയും നേതാവാണവൻ, എല്ലാ അശ്ലീലതകളുടെയും നേതാവാണവൻ, എല്ലാ മോശത്തരങ്ങളുടെയും രാജാവാണവൻ. ആളുകളുടെ മുമ്പിൽ അവൻ വലിയ മാന്യനാണ്. ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ മാന്യൻ ചമയുന്നവന്റെ അന്ത്യം വളരെ മോശമായിരിക്കും. സ്വകാര്യ ജീവിതത്തെ ശുദ്ധീകരിക്കാത്തവന്റെ അന്ത്യം വളരെ ദയനീയമായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ എനിക്കറിയാം, അവർ നാളെ പരലോകത്ത് വരുന്നത് ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തോളം വലിപ്പമുള്ള സൽക്കർമ്മങ്ങളുമായിട്ട് അവൻ പരലോകത്ത് വരും. ഫയജ്അലുഹല്ലാഹു ഹബാഅം മൻസൂറാ, അവന്റെ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങളെയൊക്കെ അല്ലാഹു ഒന്ന് ധൂളിയാക്കി പറത്തിക്കളയും. അവന് ഉപകരിക്കൂല, അവന്റെ ഒരു കർമ്മവും അവന് ഉപകരിക്കൂല. ഇത് കേട്ടപ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹനു ലാ നഅലം.
അല്ലാഹുവിന്റെ റസൂലേ, അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരൂ ഞങ്ങൾക്ക്, അവരെ കുറിച്ചൊന്ന് വ്യക്തമാക്കി തരൂ നബിയെ ഞങ്ങൾക്ക്. എന്തിനാ? അവരുടെ കൂട്ടത്തിൽ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പെടാതിരിക്കാനാണ്. അറിഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടാതിരിക്കാനാണ്. ഒന്ന് അവരെ കുറിച്ച് വിശദീകരിച്ചു തരാമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമാ ഇന്നഹും ഇഖ്വാനുകും മിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. അവർ നിങ്ങളെ പോലെയുള്ള ആളുകൾ തന്നെയാണ്. അഥവാ മനുഷ്യന്മാര്, മുസ്ലിമീങ്ങൾ എന്ന പേരുണ്ട്. അതെ, അവര് പുറത്തേക്ക് എല്ലാ രൂപത്തിലും നിങ്ങളുടെ കൂടെയുള്ള പ്രവർത്തനങ്ങളെ പോലെ അവരുണ്ടാകും. പക്ഷേ വലാകിന്നഹും അഖ്വാം, അവര് ചില സ്വഭാവക്കാരായ ജനങ്ങളാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹകൂഹാ, അവരുടെ ജീവിതത്തിൽ അവരെ ഒറ്റക്കാകുന്ന നേരങ്ങളിൽ ആരും അവരെ കാണാനില്ല. ഉപ്പ കാണാനില്ല, ഉമ്മ കാണാനില്ല, ആങ്ങളെ കാണാനില്ല, പെങ്ങന്മാര് കാണാനില്ല, അയൽക്കാര് കാണാനില്ല, ഗുരുനാഥൻ കാണാനില്ല, നാട്ടുകാരോ വീട്ടുകാരോ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. താനിപ്പോൾ തന്റെ സ്വകാര്യമായ സമയത്താണ്, ഒറ്റക്ക് റൂമിലാണ്, അല്ലെങ്കിൽ ഒറ്റക്കുള്ള സമയത്താണ്, ഒറ്റക്കുള്ള സ്ഥലത്താണെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ ഇൻതഹകൂ മഹാരിമില്ലാ, പടച്ച റബ്ബ് അവന് ഹറാമാക്കിയ സംഗതികൾ നിർബാധം അവനാ നേരത്ത് ചെയ്യുന്നു. ആരും കാണുന്നില്ല എന്ന് കണ്ട സർവ്വതമ്മാടിത്തത്തിന്റെ നേതാവായിരിക്കുന്നവൻ. ആള് കാണുന്നിടത്ത് മാത്രം ആളുകളെ മാത്രമേ അവൻ പേടിക്കുന്നുള്ളൂ. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവൻ പലതും ഒളിച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിനെ അവൻ ഒളിച്ചു വെക്കാനാകുമോ? വഹുവ മഅഹും, അവൻ അവരെപ്പോഴും കാണും കേൾക്കും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തൊരു വിഡ്ഢിയാണ് മനുഷ്യൻ. ആരും കാണുന്നില്ലെന്ന് വരുമ്പോ തെറ്റുകളുടെയും തെമ്മാടിത്തത്തിന്റെയും രാജാവും നേതാവുമായി തീരുന്ന മനുഷ്യൻ അന്ത്യം വളരെ മോശമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരസ്യ രഹസ്യ ജീവിതങ്ങൾ ഒരുപോലെയാക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അല്ലാഹു ആ ഫضل നമുക്ക് തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിനോട് തേടിയിരുന്നു, അല്ലാഹുവേ, സിറിലും അലാനിയത്തിലും നിന്നെ പേടിക്കുന്ന പേടി നീ എനിക്ക് തരണം. പടച്ച റബ്ബേ, നിന്നെ പേടി പരസ്യ ജീവിതത്തിൽ പോരാ, സ്വകാര്യ ജീവിതത്തിലും എനിക്ക് നിന്നെ പേടി വേണം. ആരും എന്നെ കാണാനില്ല, ഞാൻ സ്വതന്ത്രനാണ്. പക്ഷേ അല്ലാഹ്, നീ എന്നെ കാണുന്നില്ലേ? നീ എന്നെ നോക്കുന്നില്ലേ? നീ എന്നെ കേൾക്കുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? നിന്റെ അടുത്തേക്ക് ഞാൻ വരണ്ടേ? നീ ഒരുക്കുന്ന ഖബറിൽ ഞാൻ കിടക്കണ്ടേ? നിന്റെ മലക്കുകളുടെ മുമ്പിൽ ഞാൻ ചോദ്യോത്തരത്തിന് വിധേയനാവണ്ടേ? മഹ്ശറിൽ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണ്ടേ? കത്തിയാളുന്ന നരകം ഒരു സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് സഹിക്കാനാവില്ലല്ലോ. ആ ബോധത്തോടെ തിന്മകളിൽ നിന്ന് സ്വകാര്യ ജീവിതത്തിൽ വിട്ടു നിൽക്കുന്ന മഹാന്മാര് അല്ലാഹു ഉത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്കാണ് നല്ല അന്ത്യം, അവർക്കാണ് നല്ല പര്യവസാനം ഉണ്ടാവുക. രണ്ടാമത് നിർദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങളിൽ നിരതമായി ജീവിക്കുക. കിട്ടാവുന്നിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, നിങ്ങൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്ത് അവസാന ഭാഗം, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, അല്ലാഹുവിനെ സന്തോഷത്തോടെ മരണനേരത്തും ആഖിറത്തിലും ഒക്കെ കാണണോ? നല്ല നിലക്ക് പടച്ച റബ്ബിനെ കണ്ടുമുട്ടണോ? എന്തു വേണം? ഫൽയഅമൽ അമലൻ സാലിഹാ, സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനെ ആരാധിക്കുന്നതിൽ ഒരാളെയും അവൻ പങ്കുചേർക്കാതിരിക്കട്ടെ. അഥവാ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കട്ടെ. ആളുകളുടെ കയ്യടി വേണ്ട, ആളുകളുടെ മുഖം നന്നായി കിട്ടണ്ട, ആളുകളിൽ നിന്ന് പ്രസിദ്ധി വേണ്ട, ആളുകളിൽ നിന്ന് നല്ല വാക്ക് വേണ്ട. ഞാൻ ആഗ്രഹിക്കേണ്ടത് റബ്ബേ നിന്റെ പ്രീതിയെ ആകുന്നു. ആ ബോധത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാ, എങ്കിൽ നല്ല അന്ത്യമുണ്ട്. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തെ അതിനനുസരിച്ചുകൊണ്ട് തന്നെ ക്രമീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാര്, മരണം അവരുടെ അന്ത്യം നന്നാകുന്ന രൂപം പറയുന്നത് കേട്ടോ. അവരുടെ അവസാന സമയം വളരെ സന്തോഷപ്രദമായിരിക്കും. അല്ലാഹുവേ, ഞങ്ങളെ സാധുക്കളെ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹ് പറയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിൽ ഇങ്ങനെ ഇറങ്ങി വരും. ഈ ലോകത്തോട് വിട പറയുന്ന പരലോകത്തേക്ക് ഇങ്ങനെ അവരെ കൊണ്ടുപോകാൻ, അവരുടെ റൂഹ് ഊരാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിയിരിക്കും. മലക്കുകൾ വന്ന് ഇറങ്ങിയിട്ട് നോക്കത്തുന്ന ദൂരത്ത് മുഴുവൻ റഹ്മത്തിന്റെ മലക്കുകളാണ്. ആ മലക്കുകളെ കണ്ട് സത്യവിശ്വാസിയുടെ മനസ്സിൽ ഒരല്പം പേടി തോന്നുമ്പോ ആ സമയത്ത് ഇതുവരെ കാണാത്തവരെ കാണുകയല്ലേ, ഇതുവരെ കാണാത്ത ശബ്ദവും ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ശബ്ദം കേൾക്കുകയും കാണുകയും ചെയ്യുകയല്ലേ. ആ നേരത്ത് വിശ്വാസിക്കൊരൽപ്പം പേടി തോന്നുമ്പോൾ ഈ മലക്കുകൾ വിശ്വാസിയോട് പറയുന്നു, എന്ത്?
എന്താ അവര് പറയുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട കേട്ടോ, സങ്കടപ്പെടരുത് കേട്ടോ. എന്താണ് അതൊക്കെ ഒരു വലിയ ഭാഗ്യം. മരണത്തിന്റെ നേരത്ത് മലക്കുകൾ വന്നിട്ട് പറയാം, പേടിക്കണ്ടട്ടോ, സങ്കടപ്പെടുന്നും വേണ്ട, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ വന്നത് ഞങ്ങള്. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ജന്നത്ത്, സ്വർഗം, അതിനെക്കുറിച്ച് സന്തോഷം കൊണ്ടോളൂ, ഞങ്ങളെ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ മിത്രങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കാൻ വന്നതല്ല, ഞങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ മിത്രങ്ങളാണ്. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഇഹത്തിലും പരത്തിലും ഞങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ മിത്രങ്ങളാണ്. വലക്കും ഫീഹാ, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാ വന്നത്. ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട് മാ തസ്തഹീ അൻഫുസുക്കും, നിങ്ങൾ മോഹിക്കുന്നത് മുഴുവൻ അവിടെയുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾ വിളിച്ചാവശ്യപ്പെടുന്നത് എന്തും നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അത് തരാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് തരാൻ അവിടെ ആളുകളുണ്ട്. അങ്ങനെയുള്ള സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ വന്നത്. സന്തോഷിച്ചോ, സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, ഭയം വേണ്ട എന്നും പറഞ്ഞ് ആശ്വാസത്തിന്റെ വാക്കുകളുമായി കൊണ്ട് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ആ മുഅ്മിനീങ്ങൾ അങ്ങനെ പൊതിയാണ് അവരുടെ റൂഹ് കൊണ്ടുപോകാനുള്ള ഒരു വരവ്. അല്ലാഹുവേ, ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തണമേ. അതേ അവസരത്തിൽ നമ്മൾ ആലോചിച്ചു നോക്ക്, അതൊരു വലിയ സൗഭാഗ്യം. അത് ആർക്കാണ് അല്ലാഹ് പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, അല്ലാഹയാണ് ഞങ്ങളുടെ റബ്ബെന്ന് ഈ ലോകത്ത് പലരും പറയുന്നുണ്ട്, അതുകൊണ്ട് കാര്യമായില്ല. സുമ്മസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് തന്നെ ജീവിതത്തെ കൊണ്ടുപോയി. ഏതവസരത്തിൽ തെറ്റ് ചെയ്യാൻ തോന്നിയപ്പോഴും മനസ്സിനോട് പറഞ്ഞു, റബ്ബ് അല്ലാഹയാണ് കേട്ടോ, അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ആ ബോധത്തോടെ ജീവിച്ചുവെങ്കിൽ മരണം നല്ല നിലക്കായിരിക്കും. ഇനി മൂന്നാമത്തെ നിർദ്ദേശം, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം വേണം. ഹുസ്നുൽ ളന്ന്, സദ്വിചാരം വേണം അള്ളാഹിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഉണ്ടാവേണ്ടത്. എന്താ നല്ല വിചാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടുന്ന് ഒരു സഹാബി മരണമാസന്നമായ നേരത്ത്, ഒരു ചെറുപ്പക്കാരൻ മരണമാസന്നമായ നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താപ്പ നിങ്ങളുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ്, അല്ലാഹ് എനിക്ക് പുറത്തു തരും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വ ഇന്നി അഖാഫുല്ലാഹ്, പുറത്തു തരാതെ എന്നെ നരകത്തിലിടുവോ എന്ന പേടിയുണ്ട്. രണ്ടുണ്ട് എനിക്ക്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതെങ്കിലും ഒരടിമക്ക് ഇതുപോലെയുള്ള സമയങ്ങളിൽ ഈ രണ്ട് വിചാരവും അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് റബ്ബ് കൊടുക്കാതിരിക്കില്ല, അവൻ ഭയപ്പെടുന്നതില്ലെന്ന് അല്ലാഹ് അവനെ രക്ഷിക്കാതെയും ഇരിക്കില്ല. പേടിക്കണ്ട എന്ന സന്തോഷ വാർത്ത. അല്ലാഹ് എനിക്ക് പുറത്തു തരും, എന്നാ പടച്ചോൻ എനിക്ക് പുറത്തു തരൂലേ എന്നുള്ള പേടിയും രണ്ടുമുള്ളവരെ അല്ലാഹു തആല കാത്തുരക്ഷിക്കും എന്നാണ്. നാലാമത്തെ നിർദ്ദേശം, ആത്മാർത്ഥമായ തൗബയിലൂടെ ജീവിക്കണം. മനുഷ്യനാണ്, മലക്കുകളല്ല, മനുഷ്യരാണ് നമ്മളൊക്കെ. പലതും സംഭവിച്ചേക്കും, ഉടനെ തൗബ ചെയ്തോളണം. തൗബ ആത്മാർത്ഥമായിരിക്കണം. ഇപ്പൊ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് അല്ലാഹ് പുറത്തു തരണേ, ഇനി ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ഇതിൽ ഇരട്ടി ചെയ്യും. ഇതാണ് ഇന്നത്തെ ഭൂരിപക്ഷം തൗബയും. അതല്ല ആത്മാർത്ഥമായ തൗബ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ ഒരു ദിവസം അല്ലാഹുവോട് 100 തവണ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്. ഒരു പാപത്തിന്റെ കറപുരളാത്ത അഷ്റഫുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100-ലേറെ തവണ അല്ലാഹുവോട് പൊറുത്തു താ റബ്ബേ എന്ന് തൗബ ചെയ്യണം. ആത്മാർത്ഥമായി തൗബ ചെയ്ത കൊടും ഭീകരനും രക്ഷയുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി ഭീകരതയിലേക്ക് നീങ്ങരുത്, ഇനി തമ്മാടിത്തത്തിലേക്ക് നീങ്ങരുത്, ഇനി തിന്മയിലേക്ക് നീങ്ങരുത്. എങ്കിൽ ഏത് കൊടും പാപിക്കും അല്ലാഹു അന്ത്യം നന്നാക്കുമെന്നാ പറയുന്നത്. വിശദീകരിക്കാൻ നേരമില്ല, സൂചന കൊണ്ട് മതിയാക്കുന്നു. 100 പേരെ കൊലപ്പെടുത്തിയ കൊടും ഭീകരൻ, 100 ആളെ കൊന്ന കൊടും പാപി, ആത്മാർത്ഥമായ അയാൾ ഖേദിച്ചു മടങ്ങിയപ്പോൾ അയാളുടെ മരണം നല്ല നിലക്കായി. ഞാനതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്.
ആത്മാർത്ഥമായ തൗബ കൊണ്ട് അദ്ദേഹത്തിന്റെ മരണം നല്ല നിലക്കായി. റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോയി. സഹിഹായ ഹദീസാണ്. ഈ നിലക്ക് ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന സമയം നന്നായി തീരും. അത് വെറുതെ മോഹം കൊണ്ട് നടക്കൂല. പ്രവർത്തിച്ചേ പറ്റൂ, അധ്വാനിച്ചേ പറ്റൂ, പ്രാർത്ഥിച്ചേ പറ്റൂ. സർവശക്തനായ നാഥൻ ഏറ്റവും സൗഭാഗ്യകരമായ അന്ത്യം നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു, നല്ല അന്ത്യത്തിന്റെ അടയാളങ്ങൾ പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒന്ന് മാത്രം കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു അടിമയെ കൊണ്ട് നല്ലത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു ഖബല മൗതിഹി, മരണത്തിന്റെ മുമ്പേ അവന് ചില കാര്യങ്ങളിലേക്ക് അല്ലാഹു നിയോഗിക്കും. മരണത്തിന്റെ മുമ്പ് ചില കാര്യങ്ങളിലേക്ക് അല്ലാഹു അവനെ അങ്ങ് നിയോഗിക്കും. കേട്ട സ്വഹാബത്തിന് മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മനസ്സിലായില്ലല്ലോ. വകൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് ഈ നിയോഗിക്കൽ, എങ്ങനെയാണ് ഈ കർമ്മത്തിന് വേണ്ടി നിയോഗിക്കൽ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ, ഒരു സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു അവനെ നേരത്താണ് തോന്നിപ്പിക്കും. സുമ്മ യഖ്ബിലുഹു അലൈഹി, അതേ സ്ഥിതിയിലായിക്കൊണ്ട് അവന്റെ റൂഹ് പിടിക്കും. നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ റൂഹ് പിടിക്കപ്പെടുക. സഹോദരന്മാരെ, ഓരോ നിമിഷത്തിലും നമ്മൾ ഭയപ്പെടണം. ഏത് തിന്മയിൽ മുഴുകുമ്പോഴും മനസ്സിലാക്കിക്കോ, എപ്പോഴാണ് മലക്കുൽ മൗത്ത് അണയുവാൻ അറിയില്ല. നമ്മുടെ റൂഹ് പിടിക്കുന്നത് നമ്മൾ വ്യഭിചാരം ചെയ്യുമ്പോഴാണോ, മദ്യപിക്കുമ്പോഴാണോ, മോശപ്പെട്ട കാര്യം പറയുമ്പോഴാണോ, മോശപ്പെട്ട സദസ്സിൽ പോയി ഇരുന്നു കൊടുക്കുമ്പോഴാണോ, വൃത്തികെട്ട കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണോ, കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ, ആ മാർഗത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ മലക്കുൽ മൗത്ത് വരുന്നത് അറിയാമോ? അറിയില്ലല്ലോ. ലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും ഒരാൾക്കും അറിയില്ല. പക്ഷേ മോമിനീങ്ങൾക്ക് അല്ലാഹു വലിയ സൗഭാഗ്യം കൊടുക്കുന്ന ചില മഹാന്മാര് നല്ല സൽക്കർമ്മം ചെയ്യാൻ അവർക്കാണ് തോന്നിപ്പിച്ച്. കാരണം അവരുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും, സൽക്കർമ്മങ്ങളിൽ തന്നെ. ആ നല്ല ചിന്തയിൽ അവരുടെ റൂഹ് അല്ലാഹു പിടിക്കും. പടച്ച റബ്ബ് നമ്മെ അവനെ ദിക്ർ ചൊല്ലുന്ന, അവനെ ദിക്ർ ചെയ്യുന്ന, അവനെ ഭയപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെയൊക്കെ റൂഹ് വളരെ സന്തോഷത്തോടെ നമ്മിൽ നിന്ന് വേർപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മയൊക്കെ ഉയർത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും, വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന, പതറാതെ ഈമാനോടുകൂടി നിലനിന്ന് അതേ രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിച്ച് മുസ്ലിമീങ്ങളായിക്കൊണ്ട്, മോമിനീങ്ങളായിക്കൊണ്ട് വിട പറയാൻ സൗഭാഗ്യം നൽകപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.